വേണ്ടത്ര പരാമർശിച്ചു പോകുന്നില്ല. അതോടൊപ്പം തൊഴിലുറപ്പ് നിയമം ഇപ്പൊ അട്ടിമറിക്കപ്പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ്. ആ കാര്യത്തിൽ സർക്കാരിൻ്റെ നിലപാടും പരാമർശമായി കാണുന്നില്ല. നമ്മുടെ നാട് ലോകശ്രദ്ധയിലേക്ക് ഉയർന്നതാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന നടപടി. അതിദാരിദ്ര്യമുക്തമായ സംസ്ഥാനമെന്നത്. അതിൻ്റെ അടുത്ത ഘട്ടം ഈ നയപ്രഖ്യാപനത്തിൽ പരാമർശമായി കാണുന്നില്ല. ഇവിടെ ധവളപത്രത്തെക്കുറിച്ച് ഒന്ന് രണ്ട് തവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ധനകാര്യ ഫെഡറലിസത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന നയമാണ് യൂണിയൻ സർക്കാരിനുള്ളത്. അതിനെക്കുറിച്ച് ഒരു പരാമർശവുമില്ല. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക നയങ്ങളെ പേരിന് പോലും പരാമർശിക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ നാടിനെ വല്ലാതെ ബാധിച്ചതാണ് പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യം. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളോ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മറികടക്കാനുള്ള നയപരിപാടികളോ സർക്കാരിൻ്റെ മുൻഗണനയായി കാണുന്നില്ല. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച സമീപനം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം സ്വീകരിക്കുന്ന സമീപനം, അതിനെക്കുറിച്ചുള്ള വിമർശനവുമില്ല. ഇവിടെ നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ബ്ലൂ എക്കണോമി ഉണ്ട്. അതാണോ ഇവിടെ പിന്തുടരാൻ പോകുന്നത് എന്നതിലും വ്യക്തതയുണ്ടായിട്ടില്ല. റെയർ എർത്ത് മിനറൽസിൻ്റെ ഖനനം സ്വകാര്യവൽക്കരിക്കുന്നതിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുകയാണ്. അതിനെതിരെ ഒരു വാക്കും ഈ പ്രസംഗത്തിൽ കാണാനില്ല. അതേസമയം കേരളത്തിൻ്റെ സാമ്പത്തിക നിലയെന്തോ വല്ലാത്ത അപകടാവസ്ഥയിലാണ് എന്ന് വരുത്താനുള്ള ശ്രമം കാണുന്നുണ്ട്. ധവളപത്രം വരുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുക. പക്ഷേ നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക നില പരിശോധിക്കുന്ന ആർക്കും കാണാൻ കഴിയും സംസ്ഥാനത്തിൻ്റെ പൊതുകടം കഴിഞ്ഞ 5 വർഷം കൊണ്ട് 5% കുറയുകയാണുണ്ടായി. 2021 39%. അത് 26 ആയപ്പോൾ 34% താഴെയാണ്. കടത്തിൻ്റെ കണക്കെടുത്താൽ ഇന്ത്യയിലെ ആദ്യത്തെ 15 സംസ്ഥാനങ്ങളിൽ കേരളമില്ല. അപ്പോൾ ഏറ്റവും മികച്ച ധനദൃഢീകരണമാണ് കേരളത്തിൽ നടന്നത് എന്നാണ് കാണാൻ കഴിയുക. അതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോൾ വിശദമായിട്ട് പോകുന്നില്ല. ധവളപത്രം വരട്ടെ, അപ്പോൾ കൂടുതൽ പറയാനുള്ള കാര്യങ്ങൾ ആ സമയത്ത് വ്യക്തമാക്കുന്നതായിരിക്കും നന്നാവും. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അവസ്ഥ പരിശോധിച്ചാൽ ഏത് നിലയിലും
സാമ്പത്തിക വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ പര്യാപ്തമായ ഒരു ഖജനാവ് എന്ന നിലയിലേക്ക് നമ്മുടെ നാടിൻ്റെ ഖജനാവ് മാറ്റാനായിട്ടുണ്ട്. അങ്ങനൊരു ഖജനാവാണ് LDF സർക്കാർ കൈമാറിയത്. 2021-26 LDF സർക്കാർ ആദ്യ സർക്കാർ അധികാരം ഒഴിയുമ്പോൾ 5429 കോടി രൂപ ഖജനാവിൽ നീക്കിയിരിക്കും. നേരത്തെ അത് പറഞ്ഞു. അത് റിസർവ് ബാങ്ക് തന്നെ അംഗീകരിച്ചതാണ്. അപ്പൊ 5429 കോടി രൂപയുടെ നീക്കിയിരിപ്പോടുകൂടിയാണ് സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ബൃഹത്തായ വികസന പദ്ധതികൾ പൂർത്തീകരിക്കാനായിട്ടുണ്ട്. ക്ഷേമ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാം തുടർച്ച ഉറപ്പുവരിക എന്നുള്ളത് പ്രധാനമാണ്. അത്തരമൊരു കാഴ്ചപ്പാട് ഈ നയപ്രഖ്യാപനത്തിലില്ല എന്നതാണ് നിർഭാഗ്യകരമായ വശം. ഏതായാലും ഗവൺമെൻറ് തുടക്കമാണ്. ഇനിയും ഗവൺമെൻറ് മുന്നിൽ സമയമുണ്ട്. ഞങ്ങൾ കഠിനമായ എതിർപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ആദ്യമേ പോവുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. കാര്യങ്ങൾ ഏത് തരത്തിലാണ് മാറുന്നതെന്ന് നോക്കാം. നാടിൻ്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും മുൻതൂക്കം കൊടുത്തുകൊണ്ട് നടത്തുന്ന ഏത് പരിപാടിക്കും ഞങ്ങൾ പിന്തുണ നൽകും. എന്നാൽ അതേസമയം നാടിൻ്റെ താല്പര്യത്തിന്, ജനക്ഷേമത്തിന് എതിരായി എന്തെങ്കിലും കാര്യങ്ങൾ വരികയാണെങ്കിൽ അതിനെ എതിർക്കുകയും ചെയ്യും. ഇതാണ് ഞങ്ങൾ ഈ സർക്കാരിനോട് സ്വീകരിക്കുന്ന സമീപനമെന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നയപ്രഖ്യാപനം ഉദ്ദേശിച്ച രീതിയിലായില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. ബാക്കി കാര്യങ്ങൾ അസംബ്ലിയിലും വ്യക്തമാക്കാവുന്നതാണ്. അത്രയാണ് ഇപ്പോൾ പറയാനുള്ളത്. കേന്ദ്ര ഗവൺമെൻറ്റുമായി സാധാരണഗതിയിൽ നല്ല ബന്ധം സംസ്ഥാനം ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് അനുഭവമുണ്ട്, നമ്മളോടുള്ള അനുഭവം, എല്ലാ സംസ്ഥാനങ്ങളോടും കാണിക്കുന്ന അനുഭവം. അത് സാമ്പത്തിക ഫെഡറലിസത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിലും ആ ഫെഡറലിസം അംഗീകരിക്കുന്ന നിലപാടല്ല കേന്ദ്ര ഗവൺമെൻറ് തുറന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കേണ്ടതായിട്ടാണ്. അത് വ്യക്തമാക്കിയില്ല എന്നുള്ളതാണ് ഇതിലുള്ള ദൗർബല്യം. കേന്ദ്രവുമായി നല്ല ബന്ധം ആഗ്രഹിക്കുന്നതിൽ സംസ്ഥാനത്തെ തെറ്റു പറയാനാവില്ല. പക്ഷേ നമ്മുടെ അനുഭവം നേരെ മറിച്ചാൽ ആ നിലപാട് വ്യക്തമാക്കണമായിരുന്നു. ഞാനത് പറഞ്ഞു നേരത്തെ. അത് ഏതാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. അതാണ് വ്യക്തമാക്കണമെന്ന് ഞാൻ പറഞ്ഞത്. നരേന്ദ്രമോദിയും കേന്ദ്ര ഗവൺമെൻറ്റും പറയുന്നൊരു ബ്ലൂ എക്കോണമി ഉണ്ട്. ആ ബ്ലൂ എക്കോണമിയിൽ എന്താണ് കേന്ദ്ര ഗവൺമെൻറ് സമീപനം, അത് അല്ല സംസ്ഥാന ഗവൺമെൻറ് സമീപനം, അത് വ്യക്തമാക്കേണ്ടതുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ബാക്കി നമുക്ക് വിശദമായിട്ട് പിന്നീട് എടുക്കാം. അത് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യമാണ്. സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായൊരു കാര്യമാണ്. അതറിയാതെ സംഭവിച്ചതാകാനാണ് സാധ്യത എന്നാണ് തോന്നുന്നത്. ഏതായാലും കീഴ്വഴക്കങ്ങളിലോ നമ്മുടെ നടപടിക്രമങ്ങളിലോ അത്തരമൊരു കാര്യമില്ല, ഇതേവരെ സംഭവിച്ചിട്ടില്ല. അത് ബഹുമാനപ്പെട്ട സ്പീക്കർ അദ്ദേഹവുമായിട്ട് നേരിട്ട് സംസാരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി.
പുതിയതായിട്ട് ആലപിക്കേണ്ട കാര്യമില്ല. അതിൽ നേരത്തെ തന്നെ വ്യക്തത വരുത്തിയിട്ടുള്ള കാര്യമാണ്. അതിലെ ആദ്യത്തെ 2 ഈരടികളാണ് ചൊല്ലേണ്ടത്. അതാണ് ഇവിടെ ചൊല്ലിയത്. ആ ചൊല്ലിയതിന് പിന്നെ മറ്റു തടസ്സങ്ങളില്ല. യഥാർത്ഥത്തിൽ വന്ദേ മാതരം ആ 2 ഈരടി ചൊല്ലുമ്പോൾ തന്നെ നമ്മൾ ദേശീയ ഗാനം ചൊല്ലുന്നു പോകുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെ എഴുന്നേറ്റ് നിൽക്കേണ്ട കാര്യമില്ല. യഥാർത്ഥം ഇരുന്ന് കേൾക്കേണ്ടതാണ്. പക്ഷേ എഴുന്നേറ്റ് നിന്നാണ് എല്ലാവരും അത് കേട്ടത്. അത് ഞങ്ങളും പിന്നെ എഴുന്നേറ്റ് നിൽക്കാമെന്ന് വെച്ചു. അതാണ് ഒരു പൊതു സമീപനത്തിൽ നിന്ന് വ്യത്യസ്തത വേണ്ടെന്നുള്ളതുകൊണ്ട്. എന്നാൽ 2 ഈരടി ചൊല്ലാന്നുള്ളത് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. ആ കാര്യം ആണ് ഇവിടെ നടന്നത്. മറ്റത് മുഴുവൻ ചൊല്ലുക എന്നത് അത് RSS അജണ്ടയാണ്. ആ RSS അജണ്ട നടപ്പാക്കേണ്ട ബാധ്യത നമ്മുടെ കേരളത്തിലില്ല. നേരത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അത് മുഴുവൻ ചൊല്ലുന്ന അവസ്ഥയുണ്ടായി. അത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ആ അനുഭവത്തിൽ നിന്ന് ഗവൺമെന്റും കർക്കശമായ നിലപാട് ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവും. ഇങ്ങനെ ഗവർണർ അറിയിച്ചപ്പോൾ അത് പാടില്ല എന്നുള്ള നിലപാട് എടുത്തിട്ടുണ്ടാവും. ഏതായാലും ഇതാണ് ശരിയായ നിലപാട്. ഇതാണ് സ്വീകരിക്കേണ്ട നിലപാട്. നമുക്കതെല്ലാം സമയമുണ്ടല്ലോ. എല്ലാം ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ നമ്മൾ എടുക്കണ്ടല്ലോ. നമ്മൾ പ്രതീക്ഷയോടെ നോക്കാം എന്താണ് നടക്കുന്നത്, അതിനുശേഷം പറയാം. കണ്ടോൺമെന്റ് ഹൗസിലേക്ക് മാറും. പക്ഷെ അത് അവിടത്തേക്ക് മാറാനുള്ള സൗകര്യങ്ങൾ വേണമല്ലോ. അവിടെയുള്ള ആളിങ്ങോട്ട് മാറണം. അതിനുശേഷമല്ലേ എനിക്ക് അങ്ങോട്ട് മാറാനാവും. അപ്പൊ അതിനുള്ള നടപടികൾ അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട്. അതിനുശേഷം അല്ലറ ചില്ലറ മെയിൻ്റനൻസ് വർക്ക് അവർ നടത്താനുണ്ടെങ്കിൽ അതും കൂടി അവർ നടത്തി തീർക്കണം. അതിന്റെ ശേഷമാണ് ഞാൻ അങ്ങോട്ട് മാറുന്ന കാര്യം തീരുമാനിക്കുക. താമസം തന്നെയായിരിക്കും. മുഖ്യമന്ത്രി പ്രതികരിക്കാതിരുന്നത് എന്താണെന്ന് അദ്ദേഹത്തോട് ചോദിക്കണം. ഞാനിതേവരെ മുഖ്യമന്ത്രിയായിരുന്നു. എന്നോടാണോ ചോദ്യത്തിന് സംശയം എനിക്ക്? അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ട ചോദ്യമാണല്ലോ. ഇനി ഞാനത് പറയേണ്ടതല്ല. ശരി, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഞാൻ വീണ്ടും അത് പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ അന്ന് 2 വാചകം പറയുമ്പോൾ തന്നെ ആ ഭാഗത്തെ കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് നിർഭാഗ്യകരമായ ഒരു നിലയാണ് ആ കാര്യം. കാരണം നമ്മുടെ രാജ്യത്തെ BJP ഇതര പാർട്ടികൾക്ക് നേരെ കഠിനമായ നീക്കങ്ങളാണ് എല്ലാ കാലത്തും BJP അധികാരത്തിൽ വന്നതിന് ശേഷം BJP ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനേറ്റവും വൃത്തികെട്ട രൂപത്തിൽ ഉപയോഗിച്ചതാണ് ED. ഇത് പലർക്ക് നേരെയും ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്ന നിലപാട് അവരെ കാര്യത്തിൽ വരുമ്പോൾ മാത്രം അവർ അതിനെതിരെ പ്രതികരിക്കും. മറ്റുള്ളവരുടെ കാര്യത്തിലാകുമ്പോൾ ഏറ്റവും വലിയ ഉദാഹരണം കെജ്രിവാളിൻ്റെ തന്നെയാണ്. എന്താണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് കേസെടുക്കാത്തത്? പിന്നെ ആ കേസെടുത്തപ്പോൾ പടക്കം പൊട്ടിക്കൽ, ഇതൊക്കെ നടത്തിയതാണ് ആ പാർട്ടി. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ നടപടി വന്നപ്പോൾ നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട 2 നേതാക്കളെങ്കിലും, ഒന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന സ്റ്റാലിൻ, നേരത്തെ ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന കെജ്രിവാൾ, അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവത്തിൽ കോൺഗ്രസിൻ്റെയും കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനത്തെക്കുറിച്ച് ഇവിടുത്തെ റെയ്ഡിനെ കുറിച്ച് പരാമർശിക്കുമ്പോൾ ആക്ഷേപിക്കുന്നതിനിടയായിരുന്നു. പക്ഷെ ഇതെല്ലാം കണ്ടിട്ടും കോൺഗ്രസിന് വലിയ മാറ്റമൊന്നും വരുന്നില്ല എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ വസ്തുതകൾക്ക് ചേരാത്ത ഒരു നിലപാടാണ്. കാരണം BJPയുടെ ഇത്തരം നീക്കങ്ങൾക്കെതിരെ പരമാവധി യോജിപ്പാണ് വളർത്തിക്കൊണ്ടുവരേണ്ടത്. അതിന് അങ്ങേയറ്റം സങ്കുചിതമായ നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത്.
ബാക്കി നമുക്ക് പിന്നീട് പറയാം. അതായിരിക്കുന്നത് ഏത് ബാങ്ക് അക്കൗണ്ട് ഈ നിങ്ങൾ ചിലർ പറയുന്നത് പോലെ ഈ എത്രയോ കൂടുതൽ നമ്പർ പറയുന്നില്ലേ, ആ നമ്പറൊന്നും വീണയുടെതല്ല. വീണയുടെ ഒരു ബാങ്ക് അക്കൗണ്ട് അവർ ക്ലോസ് ചെയ്തിട്ടുണ്ട്, അത് ശരിയാണ്. ഒരു അക്കൗണ്ടാണ് അത് വസ്തുതയാണ്. എന്നോടൊന്നും ചോദിക്കുന്ന കണ്ടില്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രം. എന്നോടൊന്നും ചോദിക്കുന്ന കണ്ടില്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രം. അല്ല, നമ്മുടെ എല്ലാ ആൾക്കാരും അവിടെ നിന്നുകൊണ്ട് കാര്യങ്ങൾ സമാധാനപരമായിട്ട് നീക്കാൻ നോക്കിയതാണല്ലോ, എല്ലാവരും കണ്ടതാണല്ലോ. അത് എന്താണ് പൊതു സമീപനമെന്ന് അതിലൂടെ വ്യക്തമാണല്ലോ. അത്ര ശാന്തമായിട്ടാണ് ആളുകൾ ഇരുന്ന്, എല്ലാ സ്ഥലത്തും ആളുകൾ ശാന്തമായിട്ടാണല്ലോ പ്രതികരിച്ചത്. അതാ നിരക്കേ ഉള്ളത്. ശരി, ഇനി ബാക്കി പിന്നെ പറയാമോ? പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. നയപ്രഖ്യാപന പ്രസംഗത്തിനെതിരെ അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. നയരാഹിത്യ പ്രഖ്യാപനമായിരുന്നു എന്നതാണ് അദ്ദേഹം പറയുന്നത്. പ്രതീക്ഷ നയപ്രഖ്യാപനമല്ല, പറയേണ്ടത് പറയാതിരുന്നു എന്നും പിണറായി വിജയൻ പറയുകയുണ്ടായിരുന്നു. പുതിയ യുഗത്തിലേക്കുള്ള റൂട്ട് മാപ്പ് കാണാനില്ല എന്നും പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറയുകയുണ്ടായിരുന്നു. കേന്ദ്ര അവഗണനയിൽ സർക്കാർ മൗനം പാലിച്ചുവെന്നും പ്രധാന പദ്ധതികളെക്കുറിച്ച് പ്രഖ്യാപനം ഉണ്ടായിരുന്നില്ല എന്നും പിണറായി വിജയൻ വിമർശനം ഉന്നയിക്കുകയുണ്ടായി. കിഫ്ബിയിലും കുടുംബശ്രീയിലും സർക്കാർ മൗനം പാലിച്ചുവെന്നും പ്രകടന പത്രികയിൽ നിന്നും സർക്കാർ ഒളിച്ചോടിയെന്നും പിണറായി വിജയൻ പറയുകയുണ്ടായി. വന്ദേമാതരം മുഴുവനും പാടേണ്ട ആവശ്യമില്ല എന്നും 2 ഇരടി പാടാം, അതാണ് സഭയിൽ ഇന്നുണ്ടായതെന്നും അത് നല്ല സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.